വ്ളോഗായിട്ടാണ് വന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. ഈദൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ മക്കളെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഡ്രസ്സ് മേടിക്കാനും വേണ്ടി സെർച്ചിങ് ആയിരിക്കും, എന്താ മേടിക്കുക, എവിടുന്നാണ് മേടിക്കുക എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു 3 വീക്സ് മുന്നേ ഒരു എയ്സൂന് എൻ്റെ മോനിക്ക് 2 ഷർട്ട് ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇഫ് യു ലൈക്ക് യു ക്യാൻ ബൈ ഫ്രം ദ. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി വാങ്ങുക. ഞാൻ അന്ന് ഓഫറുള്ള സമയത്തായിരുന്നു ഈ 2 ഷർട്ട് ഞാൻ അവിടുന്ന് മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ 2 ഡ്രസ്സിനും, അതായത് 2 ഷർട്ടിനും 574 ആണ്, 574 റുപ്പീസാണ് ആയത്. രണ്ടും ഒരേ ബ്രാൻഡിൽ തന്നെയാണ്. ക്രയോൺ ഫ്ലേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ് ഞാൻ ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഷർട്ട് ഇതാണ്, ബ്ലാക്കിൽ ഫ്ലോറൽ കണ്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. മോൻ ഇട്ടതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്തില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കോളറെല്ലാം വന്നിട്ട് നോർമൽ കോളറാണ്. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ സൈസ് വാങ്ങിച്ചത് 4 to 5 ഇയേഴ്സിൻ്റെ സൈസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മോൻക്കത് ഓവർ സൈസ് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ഒന്ന് ആൾട്ടർ ചെയ്തു. അപ്പം നിങ്ങൾ സൈസ് നോക്കി വാങ്ങി. എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ, അല്ലാണ്ട് അവരുടെ മിസ്റ്റേക്ക് അല്ല. ഞാൻ ഓർഡർ ചെയ്തപ്പം അത് മാറിപ്പോയതാണ്. നല്ല ക്ലോത്താണ്, റയോണാണ് ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് കണ്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മക്കളിങ്ങനെ പൂക്കളെല്ലാം ഇട്ട് നടക്കുമ്പോൾ ഒരു രസമല്ലേ കാണാൻ അല്ലേ. ഇത് ഓനിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇൻസൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഡ്രസ് ഷർട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നത് ഇതും സെയിം ബ്രാൻഡ് തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ. ഷോ യു. ഓക്കെ, യാ. നെക്സ്റ്റ് ഷർട്ട് വന്നിട്ട് ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ വൈറ്റ് ഇതിൻ്റെ കൂടെ, വൈറ്റ് ട്രൗസറിൻ്റെ കൂടെ അല്ലെങ്കിൽ വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയൊക്കെയാണ് ഇത് പെയർ ചെയ്ത് കൊടുക്കൽ കണ്ടോ. ഇത് വന്നിട്ട് വൈറ്റിൽ ഈ കണ്ട ഷെയ്ഡുകൾ, അതായത് ബ്ലൂ, പിങ്ക്, ഈ ഷെയ്ഡ്സ് എല്ലാം വന്നിട്ടുള്ള ഒരു ഫ്ലോറലാണ്. ഇത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തതാണ്. ഫെയ്ഡിങ്ങോ അതേപോലെ തന്നെ ഒരു കളർ ഇളകുക അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ്, റയോൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ. മക്കൾക്ക് റയോൺ ഇടുമ്പോൾ ഒരു കംഫർട്ടബിൾ ആയിരിക്കും, അതാണ് ഞാൻ പിന്നെ റയോൺ ചൂസ് ചെയ്യുന്നത്. പക്കാ റയോൺ എന്ന് അറിയില്ല, ഒരു കോട്ടൺ മിക്സ്ഡും കൂടെയാണ് കണ്ടോ. അവർക്ക് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനത്തെ ടൈപ്പ് ക്ലോത്ത്സ്. ഞാൻ അവനധികം ഒന്നെങ്കിൽ ഫ്ലോറൽ അല്ലെങ്കിൽ പ്ലെയിന് അങ്ങനത്തെ ഒക്കെയാണ് എനിക്ക് താല്പര്യം. അപ്പം ഞാൻ അധികം അങ്ങനത്തെ ഒക്കെയാണ് മേടിക്കൽ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് റയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിളാണ്, നല്ല സുഖമാണ് ഈ ചൂടത്തായാലും. അതേപോലെ തന്നെ അതന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് റയോൺ ആണ്. 2 വിസ്കോസ് റയോൺ തന്നെയാണ്. അവർക്ക് ഇടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ. അത് കണ്ടോ. ഇതവന് ലെങ്ത്തും കാര്യങ്ങളൊക്കെ പാകമാണ്. ഇത് ഞാൻ ചൂസ് ചെയ്തതും 3 to 4. ഇത് വേറെ ഹാങ്ങറാണ്, ഇതല്ല കേട്ടോ നെയിം. ഇതാണ് ക്രയോൺ ഫ്ലേക്സ് എന്ന് പറഞ്ഞിട്ട് 3 to 4 ഇയേഴ്സിൻ്റെ ആണ്. ക്യാൻ യു സീ ദിസ് വൺ? 3 to 4 ഇയേഴ്സിൻ്റെ തന്നെയാണ് ഞാനിത് ചൂസ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഒരു മീഷോന്ന് ഒരു സ്ലിംഗ് ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലെതർ ടച്ച് വരുന്നത്. ഇതിൻ്റെ സൈഡ് മീൻസ്, അതായത് ലിങ്കിൽ ഭയങ്കര ബാഡ് റിവ്യൂസാണ് കണ്ടത്. ഞാൻ പിന്നെ അങ്ങനെ ഒന്നും നോക്കി, അതായത് റിവ്യൂ ഞാൻ നോക്കാറുണ്ട്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, വരികയാണെങ്കിൽ വരട്ടെ, ഇന്നിപ്പോൾ നല്ല അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ട് അതിൽ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് മേടിച്ചു. ഇതിന് 272
റുപ്പീസാണ് വരുന്നത്. എനിക്ക് ഒന്നും കൂടി എനിക്ക് വലിയ ബാഗ് വേണമെന്നുണ്ടായിരുന്നു, കാരണം 2 മക്കളും സാധനങ്ങൾ ഇതിൽ കൊള്ളണം. അപ്പം ഞാൻ വിചാരിച്ചു വാങ്ങുകയാണെങ്കിൽ എന്തായാലും വലിയ ബാഗ് മേടിക്കണം. അപ്പോൾ സൈസ് എങ്ങനെ ആവും എന്നൊന്നും എനിക്കൊരു ഉറപ്പൊന്നും ഇല്ലായിരുന്നു എന്താവും എന്നുള്ളത്. പക്ഷെ എത്തിയപ്പം ദിസ് ഈസ് ഓക്കെ. എനിക്ക് നല്ല കുറേ സാധനങ്ങൾ ഇതിൽ കൊള്ളും. പക്ഷെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഉൾഭാഗം ഇതിന് കമ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ട് 1, 2, 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ സിബല്ല, ഇവിടെ ജസ്റ്റ് ഒരു ബട്ടണാണ് വരുന്നത്. ഇവിടെയും ബട്ടൺ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ കുറേ ആക്രി സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വാട്സിൻ മൈ ബാഗായി പോവും. ഓക്കെ, ഇതിലിതാ ഞാൻ ഫീഡ് ചെയ്യുമ്പോൾ കവർ ചെയ്യണ സാധനം ഇതൊക്കെ ചുട്ടിക്കുട്ടി നിൽക്കട്ടെ, ഡോണ്ട് മൈൻഡ്. അപ്പോൾ പിന്നെ അതാ കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഞാൻ സീരീസ് കണ്ടോ, കുറേ സാധനം എന്തൊക്കെ ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഇതെങ്ങനെയുണ്ട് ഈ ഹെയർ ബാൻഡ്? നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇത് ബേബി ഷോപ്പ്, UAE ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ കൂടെ മിറ്റൻസും അതേപോലെ തന്നെ ഷോക്സും ഒക്കെ ഉണ്ട്. കണ്ട, എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. ഞാൻ വിചാരിച്ചു ഇത് ഈ ഒരു കളറ് ഇത് ഇടുമ്പം, ഈ ഒരു ഗ്രീൻ ഇടുമ്പോൾ ഇത് ഇട്ട് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നോക്കട്ടെ. ആൻഡ് ദാനദർ വൺ ബോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോസ് കേട്ടോ. കുട്ടികളിങ്ങനെ ബോ ഒക്കെ കെട്ടിക്കൊടുക്കണേ. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഇടാൻ കഴിയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോധം വെക്കുമ്പോൾ അവരെ വലിച്ചെറിഞ്ഞാൽ. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കാം. ഞാൻ അത്ര വിചാരിച്ചു. കുറേ ആൾക്കാർ പറയും ഉമ്മേ അതെന്തിനാ ഇടണം, അതൊന്നും ഇടണ്ട, ആയില്ല എന്ന്. പക്ഷെ ആവുന്ന സമയത്താണെങ്കിലോ ഓലെടുത്ത് എറിയാനും തുടങ്ങും. അപ്പോൾ നമ്മളെ ആഗ്രഹത്തിന് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാം, നമ്മളൊരു തൃപ്തിക്ക്. ഓക്കെ, ഇതാണ് അടുത്തൊരു ബോ. ഇതിൻ്റെ കൂടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ഫ്രോക്ക് ഉണ്ട്. യെല്ലോ ഫ്രോക്ക് തന്നെയാണ്. മോളെ ഡ്രസ്സിൻ്റെ ഒരു കളക്ഷൻ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം ഇൻഷാ അള്ളാ. അപ്പോൾ ഇതാ നമ്മൾ ബാഗിലേക്കല്ലേ വന്നത്. കണ്ടോ, ബാഗ് ഇത്രയും സ്പേഷ്യസ് ആണ്. കണ്ടോ, ഇത്രയും സ്പേഷ്യസ് ആണ്. നല്ല സാധനങ്ങളും കൊള്ളും. പക്ഷെ എനിക്കൊരു ഫോൾട്ട് ഇതെനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് തുറക്കുമല്ലോ, ഈ കമ്പാർട്ട്മെൻറ്റ് തുറക്കുമ്പം ഇതിങ്ങനെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. മനസ്സിലായോ? കണ്ടോ, ഇങ്ങനെ ഒന്നും കാണുന്നില്ലല്ലേ. അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കൈ പോവാം. മനസ്സിലായോ? ഇത് രണ്ടും കൂടി മിക്സായി പോവാം. ഇതിങ്ങനെ അങ്ങോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എടുക്കാനല്ല, അവിടെ ഒരു ഓപ്പണാണ്, ഒരു പോക്കറ്റ് എന്ന് പറയാൻ പറ്റൂല. ഇത് ഈ രണ്ട് പോക്കറ്റ് സെൻറ്ററിൽ സ്റ്റിച്ചഡ് അല്ല, അതായത് ക്ലോസ്ഡ് അല്ല, അത് ഓപ്പൺ ആണ്. അപ്പം ഇവിടെ വെച്ച് സാധനം അപ്പുറത്തേക്കും പോകും, അവിടെ വെച്ച് സാധനം ഇപ്പുറത്തേക്കും പോകും. ചിലപ്പോൾ വേണമെങ്കിൽ നടുവിലും സ്റ്റക്കായി നിൽക്കാം. അപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടായി. പക്ഷെ സ്പേസ് അടിപൊളിയാണ്, അപാര സ്പേസാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫീസ് യൂസിന് യൂസ് ചെയ്യാം. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇത് ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. അത് ഷോയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനിപ്പോൾ ഇത് തന്നെയാണ് അധികം യൂസ് ചെയ്യൽ. ഏത് ഡ്രസ്സിൻ്റെ കൂടെ. മക്കളൊക്കെ ആയാൽ പിന്നെ ബാഗ് സൈസ് വലുതേ നോക്കുള്ളൂ ഞാൻ കേട്ടോ. അവരെ രണ്ടുപേരെ സാധനം വേണം. മോന ചെറുതല്ലേ, അവനെന്തേലും കഴിച്ച് അപ്പം മേലാക്കും. കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കിത് വെക്കാം. ഞാൻ പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ, ഇങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാൻ ഇങ്ങനെ ഇടലില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പം ബാഗ് ഇത്രയുള്ളൂ. എനിക്കിത് മെറ്റീരിയലും ആയാലും സ്പേസിൻ്റെ കാര്യത്തിലായാലും എനിക്ക് അടിപൊളിയാണ്, നല്ല ഇഷ്ടമാണ്. കാരണം രണ്ടുപേരെ ഡ്രസ്സ് ഇതിൽ കൊള്ളണമെങ്കിൽ അത്യാവശ്യം എനിക്ക് സ്പേസ് നല്ല വേണം.
ഇത് അതിന് സ്പേസ് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായി എന്ന് പറയുമ്പം 2 മാസമായിട്ടുണ്ടാവും ഞാനിത് മേടിച്ചിട്ട്. അത് പക്ഷേ ഇതിന് ഇങ്ങനെ പൊളിഞ്ഞു പോരുക അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇതിനില്ല. കണ്ടോ, അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇതിന് വരുന്നില്ല. അപ്പം ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, പോയിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ മേടിക്കാം. ഓക്കെ. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജൂൺ 10th അത് എത്തിയിട്ട് ഞാൻ ഇൻഷാല്ലാ ഒരു അൺബോക്സിങ് വീഡിയോ ആൻഡ് ഹോൾ വീഡിയോ ആയിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യും ഇൻഷാല്ലാ. അതിൻ്റെ ഇടയിൽ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. ഞാൻ കഴിയുന്നതും ഇപ്പം സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അൽഹംദുലില്ലാ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേശ്ശെ അങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ വെറും ഹോൾ വീഡിയോ, വെറും ഒരു പർച്ചേസിങ് ആൻഡ് ലൈക്ക് ദാറ്റ് അല്ല ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു ഫാമിലി കണ്ടൻസും പിന്നെ ട്രിപ്പ് ഒന്നും ഇപ്പം അങ്ങോട്ടും പോകാനില്ല. ഹസ്ബൻഡ് ദുബായിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ഇപ്പോൾ എവിടേക്കും ഇറങ്ങിയില്ല. ഒന്നുകിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് മോനാക്കാൻ പോവാം. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങോട്ടേലും ഇൻ കേസ് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് എടുത്തിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ഇടും. അതായത് കണ്ടൻറ്റ് ഇന്ന പെർട്ടിക്കുലർ ഐറ്റം എന്നല്ല എൻ്റെത്. ഞാൻ എല്ലതും ഫാമിലി, ഫ്രണ്ട്സ് എല്ലതും ഞാൻ ഇൻക്ലൂഡായിട്ട് ഇടാൻ ശ്രമിക്കാം ഇൻഷാല്ലാ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ ഉള്ളൂ. ബൈ ബൈ.